കോളേജ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോട്ടൽസ്, ന്യൂ ഇയർ പാർട്ടികൾ, അവിടെയുള്ള എല്ലാ ഒത്തുചേരലുകൾ, ഇവിടെയൊക്കെ ജാസി ഒരു അവിഭാജ്യ ഘടകമായി മാറി. വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ചില ആൾക്കാർക്ക് സന്തോഷം കമ്പനി കൂടിക്കഴിഞ്ഞാൽ ജാസിയുടെ ഒരു പാട്ടുണ്ടാവും എല്ലാവരും പറയുന്നു. ആ സ്വഭാവം ഇപ്പോഴും ഉണ്ടോ? കമ്പനി കൂടുമ്പോഴത്തേക്ക് കൂടുതലും പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. അത് ഒത്തിരി ടൈപ്പ് പാട്ടുകൾ കേൾക്കും. പിന്നെ ആ സമയത്ത് പാട്ടിൻ്റെ സംഭവം ഉണ്ടെങ്കിൽ കറക്റ്റ് അവിടെ കൊണ്ട് എത്തിക്കും. യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മളെ അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഈ കൊണ്ടുവരും. സായങ്കാല പാട്ടുകളൊക്കെ തുടങ്ങി പിന്നീട് ഇത് നേരം പുലരുന്നവരെ പാടിയിരിക്കുന്ന സ്വഭാവമുണ്ടോ? അത് ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിലുണ്ട്. ഇനി ഫ്രാങ്കായിട്ട് അല്ലാതെ പറയുന്നെങ്കിൽ പോലും ഇതുണ്ട്, അത് വാസ്തവമാണ്. പാട്ട് പാടിയിരിക്കുന്നൊരു സ്വഭാവമാണ്. പാട്ടിൽ മതിമറന്നു പോകും. പാട്ട് മാത്രം പോരല്ലോ അങ്ങനെ മതിമറക്കാൻ. പാട്ടിൻ്റെ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. പിന്നെ തൊട്ട് നിൽക്കാൻ അച്ചാർ. അതെന്തായാലും ഈ ഗ്രൂപ്പിനിടയിൽ അത് നമ്മൾ പ്രത്യേകിച്ച് ഓർഡർ ചെയ്യേണ്ട കാര്യം അതുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അങ്ങും ഇങ്ങും. എന്തായാലും ജാസി എന്നുള്ളൊരു നാണം കുണുങ്ങി വിദ്യാർത്ഥിയിൽ നിന്ന് ജാസിയെ ഒരു ധൈര്യമുള്ള ഒരു ബോൾഡായിട്ടൊരു സിംഗറാക്കി മാറ്റാൻ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒത്തുചേരലുകൾ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പാടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു പാട്ട് പാടുമെന്ന് വീട്ടുകാർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഈ പാട്ട് പാടുന്നവരെ ഞാൻ എൻ്റെ ആദ്യത്തെ ആൽബം ഇറങ്ങുന്നത് വരെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു പാട്ട്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പപ്പയ്ക്കും മമ്മിക്കും പോലും അറിയില്ല ഞാൻ പാടുമെന്ന്. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുമായിരുന്നു. ഞാൻ ഹോട്ടലിൽ 3-4 പാട്ട് മാത്രമേ പാടൂ. അതൊന്നും വെളിയിലാരും കേട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് വെളിയിൽ പാടുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം നമ്മളിങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അത് മാറാനായിട്ട് സത്യം പറഞ്ഞാൽ കുറേ പാട്ടുകളിലൂടെ സഹായിച്ചിട്ടുണ്ട്. കുറേ പേരുടെ മുമ്പിൽ പാടാൻ വേണ്ടിയുള്ളൊരു റിഹേഴ്സലായിട്ടുണ്ട്. ഈ ഒത്തുചേരലുകളും ഈ സായാഹ്ന പാട്ടുകളും. അതെ. വരട്ടെ ഒരാൾ. എനിക്ക് ജാസി എടുത്തൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മളിപ്പോൾ സാവല്യം കോംപ്ലക്സിൽ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ കൂട്ടുകാരും കൂടെ കൂട്ടായ്മയായിട്ട് ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് നമ്മളുടെ ഫസ്റ്റ് ആൽബം നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പോപ്പുലർ ആവുന്നത്, ഇന്ന് ജാസി പോപ്പുലർ ആവുന്നത്. അപ്പോൾ ജാസി അന്ന് വിചാരിച്ചിട്ടുണ്ടോ ശരിക്കും ഇപ്പോൾ ഉള്ള ജാസിയുടെ ആ ഫെയിം ഇങ്ങനെ ഒരു പൊസിഷനിൽ കിട്ടുമെന്ന് ജാസി അന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം താങ്കളുടെ ബാൻഡിലുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ. ഞാൻ ആദ്യത്തെ ആൽബം ഡയറക്റ്റ് ചെയ്തത് തനു ബാലക്കാണ്. ആക്ച്വലി തനുവൊക്കെ ആ സമയം എനിക്ക് തോന്നുന്നത് ഒരു 10-15 വർഷം മുമ്പാണെങ്കിലും അവരുടെ റെഫറൻസുകളെന്ന് വെച്ചാൽ ഭയങ്കര അസാധ്യമായിട്ടുള്ള കളക്ഷൻസും അവരുടെ മ്യൂസിക്കിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡും എല്ലാം വളരെ ഡിഫറെൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വളരെ കുറച്ച് വ്യക്തികളിൽ ഒരാളായിരുന്നു തനു ബാലക്കാണ് ആദ്യമായിട്ട് എൻ്റെ ആൽബം ഡയറക്റ്റ് ചെയ്തത്. എന്താ ഡ്രീം ഗേൾ എന്നുള്ളൊരു ആൽബം. അത് നമ്മുടെ ഹിൽ സിറ്റി അയ്യപ്പൻ ചേട്ടനും ഷിജി നമ്മുടെ ആദ്യത്തെ ആൽബം. അതിലേക്ക് ഞാൻ കൊണ്ടുവരാം, വരട്ടെ. Hey baby, I don't wanna miss you girl, I'm coming back to you. Man, I say I wanna love my dream girl. Yeah, I love my dream girl. You just look into my eyes and tell me baby that you never ever leave me. You're my dream girl, my dream girl. ഇതിന് പ്രേരകമായത് ആരായിരുന്നു? തനുവാണ് ഡയറക്റ്റ് ചെയ്തത്. ഇത് ആക്ച്വലി ഷിജി ആക്ച്വലി മരിച്ചുപോയി. അദ്ദേഹമാണ് ആദ്യത്തെ പ്രൊഡ്യൂസർ. ഇതൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടോ ജാസി? അല്ല, ഈ വീഡിയോ റയറാണ് ആക്ച്വലി. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഇത് കണ്ടിട്ട് കുറേ കാലമായോ? ഞാൻ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ വളരെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തത്. ആദ്യ സമയത്ത് ഇതൊരു 15 വർഷം മുമ്പുള്ള ഒരു ആൽബമാണ്. ആ സമയത്ത് അവർ ടെക്നിക്കലി വലിയ ബ്രില്യൻസി ആയിരുന്നു തനുവിൻ്റെയും ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. കാര്യം ഇപ്പോൾ ഇതൊക്കെ കോമൺ ആയി തുടങ്ങി.
ആ സമയത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ സമയം കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ആൽബം. അത് പക്ഷേ ഓഡിയോ റിലീസായില്ലായിരുന്നു. ഓഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ 3-4 പാട്ടുകൾ ചെയ്തു. അതിൽ 2-3 പാട്ട് വിഷ്വൽ ചെയ്തു, 2-3 പാട്ട് ചെയ്തു വെച്ചിരുന്നു. അതിൽ 1-2 പാട്ട് സിനിമയിലേക്ക് എടുക്കാനിടയായി. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കമ്പോസിങ്ങുകൾ പിന്നെയും സിനിമയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്തേക്കൊക്കെ ഹെൽപ്പായി.